കൊച്ചി കേന്ദ്രീകരിച്ച് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്ന അവയവക്കടത്തിന് പിന്നിൽ രാജ്യാന്തര ദേശീയ റാക്കറ്റുകളാണോ? വ്യാജരേഖ ചമച്ച അവയവക്കടത്ത് നടത്തിയ കേസിൽ ഒളിവിലുള്ള മുഖ്യപ്രതി നജീബിന്റെ വിദേശ ബന്ധങ്ങൾ തേടിയാണ് പോലീസിന്റെ അന്വേഷണം. കേസിൽ അന്വേഷണം ശക്തമാക്കിയ പോലീസ് പ്രത്യേക സംഘത്തിന് ഉടൻ രൂപം നൽകും. മുഖ്യപ്രതി നജീബിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് അവയവദാനം നടത്തിയ കേസിൽ നജീബിന്റെ ഭാര്യ റഷീദയെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറിയ ഏജന്റുമാരടക്കം വൻകിടക്കാർ വരെ അവയവദാനത്തിന്റെ മറവിൽ നടന്ന കച്ചവടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ള സൂചന. ആശുപത്രികളും ഡോക്ടർമാരും അടക്കമുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. നിയമാനുസൃത അവയവദാനമാണെന്ന് വരുത്തി തീർക്കാൻ എംപിമാരും എംഎൽഎമാരും ഉൾപ്പെടുന്ന ജനപ്രതിനിധികളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വ്യാജ ലെറ്റർ പാഡുകൾ നിർമ്മിച്ചിരുന്നതായി അറസ്റ്റിലായവർ സമ്മതിച്ചിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ 5 പേരും വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പിടിയിലായത്. കുന്നത്തുനാട് സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, സനോജ്, കൊല്ലം സ്വദേശികളായ ശ്രീജ, സുധീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശിയായ നജീബിനായി ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കി. ഇയാൾ രാജ്യം വിട്ടുപോകാൻ സാധ്യതയുള്ളതിനാലാണ് സർക്കുലർ. നജീബിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഭാര്യ റഷീദ കേസിലെ 4ാം പ്രതിയും ആരിഫ് എന്നയാൾ 5ാം പ്രതിയുമാണ്. അവയവദാനത്തിനായി മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിലാണ് അവയവദാന തട്ടിപ്പ് നടന്നിരുന്നത്. അവയവ കൈമാറ്റമടക്കം കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.